വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കൂട്ടസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 31 പേരുടെ മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളുമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഭൂമിയിൽ സംസ്കരിക്കുന്നത്. 16 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, ഒന്നായി ജീവിച്ചവർ ഇപ്പോൾ ഒന്നായി മടങ്ങുന്ന സങ്കടക്കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പുത്തുമല ഒന്നാകെ കണ്ണീരിൽ മുങ്ങിയ ഒരു കാഴ്ച. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരം? നിലവിൽ ഈ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 29 ശരീരങ്ങൾ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഈ ശരീരഭാഗങ്ങളാണ്. 151 ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 60 ശരീരങ്ങളുടെ ഭാഗങ്ങൾ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ 2 ഭാഗങ്ങളിലായാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഈ 2 ഭാഗങ്ങളിലായാണ്. ഒന്ന്, നേരത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ച മുഴുവനായുള്ള മൃതശരീരങ്ങൾ സംസ്കരിച്ച ഒരു ഭാഗത്തും മറ്റൊന്ന് ഇതിന് മുകൾ ഭാഗത്തുമായി, അങ്ങനെ 2 ഭാഗത്തായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മുകളിലുള്ള ഭാഗത്താണ് 60 മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ സംസ്കരിച്ചത്. അടുത്തതായി ഈ ഭാഗങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഈ ആംബുലൻസിലാണ് ഘട്ടഘട്ടമായി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. കാരണം ഒരേ സമയം ഇനി 151 ശരീരഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്രയേറെ ശരീരഭാഗങ്ങൾ ഒരേ സമയം ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ സ്വാഭാവികമായും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് എന്താണ് എന്ന് അറിയാത്തതാണ്. അപ്പോൾ അവരുടെ പേരിന് പകരം ഒരു നമ്പർ മാത്രമാണ് ഉള്ളത്. കാരണം ഇനി ഭാവിയിൽ ഒരുപക്ഷെ ആരെങ്കിലും DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തീകരിച്ച് ആരുടെയെങ്കിലും ബന്ധുവിൻ്റെതാണ് എന്നൊരു സ്ഥിരീകരണം വന്നാൽ, മൃതശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യമൊക്കെ വന്നാൽ തീർച്ചയായും പിന്നീട് ഈ ഭാഗമെങ്കിലും തങ്ങൾക്ക് ആവശ്യമാണ്. തങ്ങളുടെ മതാചാര പ്രകാരമുള്ള, തങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിന് തങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കും എന്നൊക്കെ ഉള്ള അവകാശവാദമായി ഏതെങ്കിലും രീതിയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ അവർക്ക് ഈ ഭാഗങ്ങൾ വിട്ടുകൊടുക്കേണ്ട, ശരീരഭാഗങ്ങൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്പറുകൾ കൂടി രേഖപ്പെടുത്തി കൃത്യമായി സംസ്കാരം നടത്തുന്നത്. ഈ നമ്പർ, ഈ പ്ലാസ്റ്റിക് കവറിനപ്പുറത്തേക്ക് ഒരു നമ്പർ എഴുതി ആ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിലാക്കി മാറ്റി അതുകൂടി ഈ കുഴിമാടത്തിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഓരോ ശരീരഭാഗങ്ങൾ മാത്രമാണെങ്കിലും ചിലരുടെ കൈകളോ കാലുകളോ ഒക്കെ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ശരീരഭാഗങ്ങൾ മാത്രമാണെങ്കിൽ പോലും ഓരോ ശരീരഭാഗങ്ങളും ഓരോ മനുഷ്യജീവനായി കണക്കാക്കിക്കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. ഓരോ ഭാഗങ്ങളും ഓരോ കുഴിയിൽ നിക്ഷേപിക്കുക എന്ന രീതിയാണ് അവലംബിക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോ കുഴിയിൽ ഒരു ശരീരഭാഗം മാത്രം നിക്ഷേപിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ എത്തിച്ച ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഈ മുകളിലെ ഭാഗത്ത്, അതായത് നേരത്തെ പ്രാർത്ഥനാ ചടങ്ങ് നടന്ന ഭാഗത്തിന് മുകളിലുള്ള ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ശേഷിക്കുന്ന മൃതദേഹങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും. ആ മൃതശരീരങ്ങൾ കൂടി, അല്ലെങ്കിൽ ആ ശരീരഭാഗങ്ങൾ കൂടി ഇങ്ങോട്ട് എത്തിച്ച് സംസ്ഥാന സർക്കാരിന്റെ ആദരവ് ഉൾപ്പെടെ നൽകി താഴെ, അതായത് വേദിയുടെ താഴെയുള്ള ഭാഗത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ വേദനയിൽ പ്രകൃതി കൂടി കണ്ണീർ പൊഴിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മേഖലയിൽ ചെറിയൊരു പ്രകൃതി പോലും കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഈ വേദനയോടൊപ്പം നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഈ നിരവധി ആളുകൾ ഈ മേഖലയിൽ, പ്രദേശവാസികളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കാരണം കലങ്ങിയ കണ്ണുകളോടെയാണ് അവരെല്ലാം ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ ബന്ധുക്കളാണോ അതോ സ്വന്തക്കാരാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
ഈ ആളുകളെല്ലാം എത്തി. അത് ആരായാലും തങ്ങൾക്കൊപ്പം ജീവിച്ചവരാണ്, തങ്ങളുടെ നാട്ടിൽ ജീവിച്ചവരാണ്, അതിനി ആരായാലും അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് എന്ന് കണ്ട് ആ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായത്. ഇപ്പോൾ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഈ ശരീരഭാഗങ്ങളുടേത് മാത്രമാണ്. ഇപ്പോഴും ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ കണ്ണുകളിലെ കലക്കം ഇനിയും മാറിയിട്ടില്ല. അവരുടെ കണ്ണിൽ ഇനി കണ്ണീര് ബാക്കിയില്ല. കാരണം ഒരു ദുരന്ത മേഖലയായിരുന്ന ഈ ദുരന്തത്തിൽ അല്ലെങ്കിൽ ഇതിന് തൊട്ട് സമീപത്തൂടെയാണ് നിരവധി പാറകളും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങിയത്. ഇവർ അന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പുത്തുമലയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ആരും കരുതിയിരുന്നില്ല, സമീപവാസികളായിരുന്നെങ്കിൽ പോലും ആരും കരുതിയിരുന്നില്ല ഇത് ഒരു നാൾ തങ്ങളെ തേടി വരും, ഇത്തരത്തിലൊരു ദുരന്തത്തിന് തങ്ങൾ ഇരയാകും എന്നൊരാളും കരുതിയിരുന്നില്ല. കാരണം അന്ന് പുത്തുമലയിലെ ദുരന്തമുണ്ടായപ്പോൾ ഈ പ്രദേശവാസികളെ മുഴുവൻ നെഞ്ചോട് ചേർത്തവരാണ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഈ ചുരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആളുകൾ. അന്ന് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും മുഴുനീള സമയം ഏറ്റവും അവസാനമായി ചില മൃതദേഹങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തങ്ങൾ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴെല്ലാം പ്രശ്നത്തിലേക്ക് വന്നതും വലിയ പ്രക്ഷോഭം ഉയർത്തിയതും ഒക്കെ ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഒക്കെ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ അവർ ഏത് ഭൂമിക്ക് വേണ്ടിയാണോ, ഏത് ഉള്ളവർക്ക് വേണ്ടിയാണോ വാദമുയർത്തിയത്, പ്രതിഷേധമുയർത്തിയത്, അതേ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണ് കരക്കുന്ന ഒരുപക്ഷെ നെഞ്ചുലക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാനാകുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുത്തുമലയിൽ അല്ലെങ്കിൽ പുത്തുമലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം കൂടിയാണ് ഈ ചൂരൽമല എന്ന് പറയുന്നത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ മേഖലയിലും അത്രയേറെ അല്ലെങ്കിൽ മല കേന്ദ്രീകരിച്ച് പുഴകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഇത്രയേറെ വലിയൊരു ആഘാതം, ഇത്ര വലിയ ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്ന ആളുകളാണ് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഈ ശ്മശാനഭൂമിക്ക് ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ അവർക്ക് വാക്കുകളോ കണ്ണിൽ കണ്ണീരോ ഇനി ബാക്കിയില്ല. അവരെല്ലാം ശോകമൂകമായി നിൽക്കുകയാണ്. അവർ എന്ത് പറയണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളത്. കാരണം തങ്ങൾക്കൊപ്പം ഇത്രയും നാൾ ജീവിച്ച, തങ്ങളുടെ പ്രദേശത്തുണ്ടായിരുന്ന, തങ്ങളുടെ നാട്ടുകാരായ ആളുകൾ, പക്ഷെ അത് ആരാണ്? ഇത്രയും നാൾ താൻ പേരെടുത്ത് വിളിച്ച, താൻ ഒരുപക്ഷെ താൻ കഴിഞ്ഞ ദിവസം പോലും കണ്ടിരുന്ന, സംസാരിച്ചിരുന്ന, ഇടപഴകിയിരുന്ന, ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നവരൊക്കെ ആകാം ഇതിൽ ഉണ്ടാവുക എന്ന് പോലും ചിന്തിക്കുന്നവരാണ്. കാരണം ആരെയും തിരിച്ചറിയാനാവുന്നില്ല. പല മൃതശരീരങ്ങളും, ഈ ലഭിച്ച മിക്ക മൃതശരീരങ്ങളും അത് ജീർണാവസ്ഥയിലാണ്. ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആണ് അല്ലെങ്കിൽ അത് വളരെ മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെ വരികയാണ്. എല്ലാം തന്നെ അവസ്ഥയിലേക്ക് ജില്ലാ ഭരണകൂടം ഇനി കാത്തു നിൽക്കരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മൃതദേഹങ്ങളും ഒരേ സ്ഥലത്ത് അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതിന്റെ ഭാഗമായാണ് പ്രത്യേക സ്ഥലം ഏറ്റെടുക്കുന്നത്. പുത്തുമലയിൽ തന്നെ ഇത്തരത്തിലൊരു സ്ഥലം ഏറ്റെടുക്കുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു നൽകുകയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ആദ്യഘട്ടം മുതലുണ്ടായിരുന്ന സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം ഇപ്പോഴും സജീവമാണ്. അവർ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങിന്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്കുള്ളിലും കണ്ണീരുണ്ട്. അവരും ഈ അല്ലെങ്കിൽ അവരിലും ഈ പ്രദേശവാസികളുണ്ട്. അവർ ഇപ്പോഴും നമ്മൾ പലപ്പോഴും സന്നദ്ധ സംഘടനാ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ അറിയുന്നവർ ഞങ്ങൾക്കൊപ്പം മുൻപ് പല ദുരന്ത മേഖലയിലും 2018 വെള്ളപ്പൊക്കമായാലും പിന്നീട് ഈ പുത്തുമലയിൽ ഉൾപ്പെടെ പല മേഖലകളിലും ഉണ്ടായ ഈ അപകടങ്ങൾ സംഭവിച്ചപ്പോഴെല്ലാം ഞങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത പലരും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മൃതദേഹമാണോ ഇത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല.
ഒരുപക്ഷെ അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകേണ്ടവനാണ് എന്നൊക്കെ സംസാരിച്ചവരുണ്ട്, എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുമ്പോഴും ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ കണ്ണിലും കണ്ണുനീർ ബാക്കിയാവുകയാണ്. സംസ്കാരം അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവർക്ക് കുഴിമാടം ഒരുക്കേണ്ട അവസ്ഥ, തങ്ങളോടൊപ്പം അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ഇതിനെല്ലാം നേതൃത്വം നൽകേണ്ടവന് തന്നെ അന്ത്യവിശ്രമം ഒരുക്കേണ്ട സാഹചര്യം, അതൊക്കെ വേദനാജനകമാണ്. അത്രത്തോളം കണ്ണീരുണങ്ങാത്ത കാഴ്ചയാണ്, മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുന്ന സാഹചര്യമാണ്. അതിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമായി മുന്നോട്ട് പോകുന്നു. ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്. അത്തരത്തിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ഈ വലിയ സങ്കട കാഴ്ചയാണ്. കാരണം നമ്മൾ ഈ NDRF-കാരുമായും ഒക്കെ തന്നെ സൈനികരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ശരീരഭാഗം ലഭിക്കുമ്പോൾ മറ്റ് അല്ലെങ്കിൽ ഓരോ ഭാഗവും അടുത്ത ആ ശരീരം മുഴുവനായി ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് അവിടെ വൃത്തിയാക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും നിരാശയാണ് ഫലം. ആ നിരാശ പലപ്പോഴും വളരെ ഞങ്ങളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കാറുണ്ട് എന്ന് പലപ്പോഴും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരും പല ഈ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരൊക്കെ വലിയ രീതിയിൽ പറയാറുണ്ട്. കാരണം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് ആളുകളെ തിരിച്ചു കിട്ടണമേ, എവിടെയെങ്കിലും മണ്ണിൽ പുതഞ്ഞ നിലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുമോ ഈ ശേഷിക്കുന്നവരെയൊക്കെ തിരിച്ചു കിട്ടണമേ എന്നൊരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് ആ പ്രാർത്ഥന എത്രത്തോളം സഫലമാവും എന്നത് ചോദ്യമാണ്. പക്ഷേ ഇവരെല്ലാം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ശേഷിക്കുന്നവരെല്ലാം തിരിച്ചു വരണം എന്ന് തന്നെയാണ്. അതിനുള്ള പ്രാർത്ഥന തന്നെയാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് മഴ ഉണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞതായ അടക്കം കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പന്തലിലേക്ക് വരുന്നുവെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പ്രകൃതി കൂടി കണ്ണീർ പൊഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. കാരണം ഇവരെല്ലാം തന്നെ പ്രകൃതിയോടൊപ്പം ചേർന്ന് പ്രകൃതിയുടെ അല്ലെങ്കിൽ കഴിഞ്ഞതായ ഉദ്യോഗസ്ഥന്മാർ പന്തലിനകത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓടി ഇറക്കാൻ നിലവിലെ സൗകര്യം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു സാഹചര്യത്തിൽ അതിവേഗം ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തിയാൽ അത് ഈ സംസ്കാര ചടങ്ങുകൾക്ക് പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ അതിവേഗം സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ശേഷിക്കുന്ന മൃതദേഹഭാഗങ്ങൾ കൂടി ശരീരഭാഗങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അതിന്റെ കൂടി സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരവ് നൽകും. അതുകൂടി പൂർത്തിയാക്കിയാൽ അല്ലെങ്കിൽ ആ ആദരവ് കൂടി നൽകുന്നതോടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഈ ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൂടി അടക്കം ചെയ്യുന്നതോടെ ഇതുവരെ ലഭിച്ച മുഴുവൻ ശരീരഭാഗങ്ങളും DNA ഉൾപ്പെടെയുള്ള പരിശോധന പൂർത്തിയാക്കി സംസ്കാരം നടത്തും. ഇന്ന് 30 മൃതദേഹങ്ങളാണ് ഈ ശരീരം അല്ലെങ്കിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ 29 മൃതദേഹങ്ങളാണ്. ആദ്യം 16 മൃതദേഹങ്ങൾ, പിന്നീട് 13 മൃതദേഹങ്ങൾ എന്നിവയാണ് സംസ്കരിച്ചത്. ശേഷിക്കുന്ന ഒരു മൃതദേഹം, ആ 30 മൃതദേഹങ്ങളിൽ ശേഷിക്കുന്ന ഒരു മൃതദേഹം ബന്ധുക്കളെത്തിയ ആശുപത്രിയിൽ നിന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ 29 മൃതദേഹങ്ങളും 151 ശരീരഭാഗങ്ങളുമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തിയത്. വലിയ അല്ലെങ്കിൽ സങ്കടം ഇപ്പോഴും ഈ പുത്തുമലയെയും ഇപ്പൊ തന്നെ ചൂരൽമലയെയും വിട്ടുമാറിയിട്ടില്ല എന്നതിന്റെ യഥാർത്ഥ സാഹചര്യമാണ് അല്ലെങ്കിൽ യഥാർത്ഥ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പുത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോൾ
ഈ ഒരു പക്ഷേ ഈ പ്രദേശത്തെല്ലാം വലിയ അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. ഇതിന് തൊട്ട് സമീപത്തോടെയാണ് ആ പുഴ ഒഴുകിയിരുന്നത്. ആ പുഴയിലൂടെയാണ് വലിയ പാറക്കല്ലുകളും മണ്ണും ഉൾപ്പെടെ എത്തിയത്. ഒരു പക്ഷേ നമ്മൾ ഈ മൃതശരീരങ്ങൾക്കായി കുഴിയെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അന്ത്യവിശ്രമത്തിനായി കുഴിയെടുക്കുന്ന ഈ സ്ഥലത്ത് പോലും നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്നവർ ഈ മണ്ണിനടിയിൽ പോലും ഉണ്ടായേക്കാം. ഇവിടെ വലിയ തോതിൽ മണ്ണടിഞ്ഞു കൂടുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല. എന്തായാലും ആ ദുരന്ത ഭൂമിയിൽ തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി മണ്ണിൽ അല്ലെങ്കിൽ മണ്ണെടുത്തവരെ മണ്ണിൽ ലയിപ്പിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഈ നിലവിലെ ആദ്യം കൊണ്ടുവന്ന 60 ശരീരഭാഗങ്ങൾ സംസ്കരിച്ച ശേഷമായിരിക്കും ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി സംസ്കരിക്കുക. എന്തായാലും കണ്ണീർ ഉതിർന്ന അന്തരീക്ഷം, എല്ലാവരുടെയും മുഖത്ത് നിരാശ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്, ഇതാര് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ വലിയ ചോദ്യങ്ങൾ മാത്രം ബാക്കിയാകുകയാണ്. ഇനി എത്ര പേരെ സരീഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും ഏറ്റുവാങ്ങിയാണ് അവർ നമ്മളോട് വിട പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രകൃതി പോലും കരയുന്നു എന്ന് സരീഷ് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുമോ? ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമോ? ഇന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഇന്ന് ഏറെ വൈകിയും അല്പം മുൻപ് TCC പറഞ്ഞതാണ്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ ശരീരഭാഗങ്ങൾ മുഴുവൻ ഇന്ന് തന്നെ സംസ്കാരം പൂർത്തിയാക്കണം. ആ സംസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്നും ആളുകൾ മടങ്ങൂ എന്നുള്ളതാണ് ഇപ്പോൾ MLA തന്നെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തകരെയും രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവേഗം ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ കുഴിയെടുക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശരീരഭാഗങ്ങൾ ചില കൈയോ കാലോ ഒക്കെ മാത്രമാണെങ്കിൽ പോലും അതും ഒരു മനുഷ്യ ശരീരമായി കണക്കാക്കണം, ഒരു വ്യക്തിയായി കണക്കാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ കുഴിയെടുത്ത് ആ കുഴിയിൽ അടക്കം ചെയ്യുന്ന, അതിനോടൊപ്പം ആ നമ്പർ എഴുതി നിക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ആളുകളെയും അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട ഓരോ വ്യക്തിയെയും ഓരോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെയും ഓരോ വ്യക്തിയായി കണ്ടുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഈ മഴ ഇപ്പോൾ അല്പം മാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോലീസിന്റെ ഏറ്റവും ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ്. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ കൂടി ആദ്യം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, അതിനുശേഷം സർവമത പ്രാർത്ഥന. ആ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവസാനത്തെ മൃതശരീര ഭാഗങ്ങൾ കൂടി ശരീരഭാഗങ്ങൾ കൂടി അടക്കം ചെയ്യുന്ന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. ഓരോരുത്തരും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഏറ്റവും സങ്കടകരമായ, ഒരുപക്ഷെ ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോഴും ഈ ഉരുൾമരയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത്രത്തോളം വലിയൊരു സാഹചര്യമാണ്, ഇത്രത്തോളം ആളുകളെ നമുക്ക് നഷ്ടമാകും എന്നൊന്നും ആരും കരുതി ആളുകളെ ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറും എന്നൊന്നും ആരും കരുതിയിരുന്നില്ല. പക്ഷേ അതെല്ലാം മാറി.